അച്ചാച്ചാ കഴിക്കാൻ എന്തുണ്ട്? കഴിക്കാനുള്ളതേ ഉള്ളൂ. എന്താ ഉള്ളത്? ദോശ, ബോളി, പരിപ്പുവട, ബോണ്ട എല്ലാം ഉണ്ട്. എല്ലാം 5 രൂപയുടെ കേസേ ഉള്ളൂ. 5 രൂപയുടെ കേസേ ഉള്ളൂ? ഒരെണ്ണത്തിന് 5 രൂപ. അമ്പോ എനിക്ക് കുറച്ച് വേണം. എനിക്ക് ദോശ തരുമോ? ക്യാമറ കണ്ടപ്പോളേ ക്യാമറയിലേക്ക് നോക്കി നിക്കുവാണല്ലേ? ഓ അങ്ങനെ. എന്താ അച്ചാച്ചന്റെ പേരെന്താ? എന്റെ പേര് ഗോപാലപിള്ള. ഗോപാലപിള്ള. ദോശയൊക്കെ സെറ്റാക്കി വെച്ചേക്കുവാണോ? ഇന്ന് നമുക്ക് ഇപ്പോഴെങ്ങും നാട്ടിലെങ്ങും കാണാൻ പറ്റാത്ത പോലെ ഒരു ചായക്കട കണ്ടപ്പോ നമ്മള് വന്നതാട്ടോ. അല്ലോ പഞ്ഞു പോലത്തെ പൂ പോലത്തെ ദോശയാണല്ലോ. രണ്ടെണ്ണം മതി എനിക്ക്. 2 കഴിച്ചിട്ട് ഞാൻ വേറെ എടുക്കാം. വേറെ എടുക്കാം. പിന്നെ എന്താ ചമ്മന്തിയാണോ ഉള്ളേ? ഇത് അച്ചാച്ചന്റെ ആരാ? പെങ്ങളാണ്. നമസ്കാരം. കാത് കേൾക്കത്തില്ല അല്ലേ? ദോശയുടെ കൂടെ ഇഡലിയുടെ കൂടെ ഇങ്ങനെ ഒരു ചമ്മന്തി കഴിച്ചിട്ടില്ല കേട്ടോ. ഇവിടെ ഉണ്ടല്ലേ? എത്ര മണിക്ക് തുടങ്ങും അച്ചാച്ചന്റെ കട? 4 തുടങ്ങി. അപ്പൊ തുടങ്ങി ഈ ദോശയും എല്ലാം ഈ പറഞ്ഞ കടികളെല്ലാം ഉണ്ടോ? ഗ്രൈൻഡർ ഉണ്ട്. അതിനകത്തങ്ങ് അരക്കും. അച്ചാച്ചൻ കഴിച്ചോ? ഇല്ല, ഞാൻ കഴിക്കാൻ പാകച്ചപ്പോഴാണ് നിങ്ങൾ വന്നത്. ഞങ്ങളെ ഇട്ടിട്ട് വേണം അല്ലേ? എത്ര കൊല്ലായി അച്ചാച്ചാ ഇത് തുടങ്ങിയിട്ട്? വളരെ കുറച്ചേ 52 കൊല്ലം. വെറും 52 വർഷം. വെറും ചേട്ടന്റെ ഓർമ്മ പോലെ ഇവിടെ ഉണ്ടല്ലേ ഇത്? പുറത്ത് ചേട്ടൻ 52 പറഞ്ഞു. ഗൾഫുകാരൊക്കെ ചാടി വന്ന അലമാര് വന്ന് ബോണ്ടായിട്ട് തന്നെ തിന്നുക. ഇന്നാളെ ഒരു 10 എണ്ണം അങ്ങ് പോയി 2 എണ്ണം എനിക്ക് തിന്നാൻ എന്താണ് എന്നിട്ട് അവൻ പറയാൻ എന്തുവാ, നിങ്ങൾ എന്നെ നോക്കണ്ട, ഞാൻ തിന്നാ ഇവിടെ പഠിച്ചതും അച്ചാച്ചൻ അറിയത്തില്ല അല്ലേ? ഞാൻ അറിയില്ല, അറിയില്ല. വലുതായി പോയ ആള്. ഇത് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ചമ്മന്തി. ഉള്ളിയും മുളകും അല്ലേ അച്ചാച്ചാ? ഉള്ളിയും മുളക് പിന്നെ വെളുത്തുള്ളി. നമുക്ക് വേണ്ടി ചാച്ചൻ എന്തോ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതാണ് ബോളി. കൊറേ എത്ര നാളെ ചാച്ചൻ പറഞ്ഞ 52 വർഷമായിരുന്ന അല്ലേ? നിങ്ങളുടെയൊക്കെ ചെറുതിലേ ഉണ്ട് ഇത്? ഉള്ളതാണ്. ഇവർ രണ്ടുപേരും കൂടെ തന്നെയാണ് നടത്തുന്നത് ഇത്? എത്രയാണ് ചത്തു? ഞാൻ 6ാമത്തെ മുതലാളിയാണ്. 6ാമത്തെ മുതലാളിയാണോ? 5 രൂപ. അത് എല്ലാരും കൂടെ പറഞ്ഞാക്കിയതാണ്. അങ്ങനെ 10 രൂപ ആക്കിയതാണ്. അച്ചാച്ചന് ഇഷ്ടമൊന്നും ഇല്ലായിരുന്നല്ലേ ആക്കാൻ? നാട്ടുകാരെ വെല്ലുവിളിച്ചു. അതെ. ഈ കടമുറി അച്ചാച്ചന്റെ സ്വന്തമാണോ? അതെ 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 അതെ. 4 മുറി കട അച്ചാച്ചന്റെ സ്വന്തമാണ്. എന്റെ സ്വന്തം. ഞാൻ വിലക്ക് മേടിച്ചോ. അതെങ്ങനെ കച്ചവടം നടത്തി മേടിച്ചു? പിന്നെ അല്ലാതെ കച്ചവടം നടത്തി. പിന്നെ എവിടെയെങ്കിലും ഒക്കെ പോയി ജോലിയൊക്കെ ചെയ്തും പമ്പാ പ്രോജക്റ്റൊക്കെ പോയി മണ്ണി വന്നതാ. ചുമ്മാ അല്ല. അങ്ങനെ ഇത് സ്വന്തമായല്ലേ? മൂഴിയാറ് തൊട്ട് കക്കി ഡാം വരെ മണ്ണി വന്നോനെ ഞാൻ. അങ്ങനെ അധ്വാനിയാണ്, അധ്വാനി. അങ്ങനെ ഉണ്ടാക്കി കാശാ. അങ്ങനെ ഇതങ്ങ് നമ്മൾ സ്വന്തമായിട്ട് വാങ്ങിച്ചു. അപ്പൊ ഈ പഴമയൊന്നും മാറ്റാണ്ടത് ഇങ്ങനെ തന്നെ പോട്ടെ എന്ന് ചിന്തിച്ചെന്താ? അങ്ങനെ ചിന്തിച്ചത് ഇപ്പോഴെ ഒരാൾക്ക് 1000-1500 രൂപ കൊടുക്കണ്ടത്. എവിടാ കാശിന് പോകുന്നത്? ഇതിപ്പോ വിറ്റാ അവർക്ക് കൊടുക്കാൻ, കൂലി കൊടുക്കാൻ കായ് കിട്ടത്തില്ല. അതുകൊണ്ട് ഇതെങ്ങനെ തന്നെ പോട്ടെ എന്ന് അങ്ങോട്ട് പോട്ടെ. ആരെങ്കിലും ചെയ്യുന്നവര് ചെയ്തോട്ടെ. ഇവിടെ ഇരിക്കുന്ന ഈ ഒരു സാധനം എന്താണെന്നറിയാവോ? നമ്മളുടെ പാനസോണിക്കിന്റെ പഴയ ടേപ്പ് റെക്കോർഡർ. അതിന്റെ അപ്പുറത്തുനിന്ന് വന്നാലേ കാണാൻ പറ്റത്തുള്ളൂ. കണ്ടാ? ഇപ്പുറത്തോട്ട് തിരിച്ചു വെച്ചേക്കുവാണ്. എല്ലാവർക്കും കാണാം. ഇപ്പോൾ ഇവിടെ പഴയ പുപ്പൻ പാനസോണിക് ടേപ്പ് റെക്കോർഡർ. റേഡിയോയും കിട്ടുമല്ലേ ഇതിനകത്ത്? റേഡിയോയും ഉണ്ട്. ഇതൊക്കെ ഓർമ്മയുണ്ടോ? ഇപ്പം എന്തോരം പേരുടെ വീട്ടിലുണ്ടാവും അല്ലേ? പലരും കളഞ്ഞിട്ടുണ്ടാവും. കുറേ പേരൊക്കെ ഇത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവും. സത്യം പറയാലോ, എനിക്ക് വീട്ടിലൊരു ടേപ്പ് റെക്കോർഡർ ഉണ്ടായിരുന്നില്ല കേട്ടോ.
ഇതിനകത്ത് കാസറ്റൊക്കെ പൊതിഞ്ഞ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ചേച്ചാ നോക്കുവാണ് എവിടെ കുത്തണം. ഇപ്പോഴും വർക്കിംഗ് ആണോ? ആന്ന്. എന്നാൽ നമുക്കൊന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം. കാണുമ്പോൾ ഇതെന്താന്ന് ചോദിക്കുന്ന കുട്ടികളാണ് ഇന്നുള്ളത്. കാരണം അവർക്ക് കാണാൻ ഇത് ചാൻസ് ഇല്ല. ഓണായി. വർക്കിംഗ് ആണല്ലേ. ഇതാ ചേച്ചൻ ട്യൂൺ ചെയ്ത് നോക്കി, പക്ഷെ അത്രക്ക് റേഡിയോ ട്യൂൺ ചെയ്തപ്പോൾ ക്ലിയർ ആവണില്ല. ടേപ്പ് റെക്കോർഡർ വർക്കിംഗ് ആണ്. അപ്പം അതിൻ്റെ തന്നെ ചെറുതുണ്ട് ഇവിടെ. ഇപ്പോഴും അതൊക്കെ സൂക്ഷിച്ച് പൊന്നുപോലെ അതിൻ്റെ കവറിൽ തന്നെ ഇട്ടാണ് വെച്ചേക്കുന്നത്. ഇപ്പം അതൊന്നും ഓണാക്കിയിട്ട് ഇതേ കാസറ്റ് ഇട്ട് നമ്മളിതൊന്ന് പാടി കേൾപ്പിക്കും കേട്ടോ. പക്ഷെ എന്തൊരു വർഷങ്ങൾക്ക് ശേഷം ഇതൊക്കെ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലാണ്. ഇതെല്ലാം സുദർശന സൗണ്ട്സിന്റെ സ്വന്തമാണല്ലേ. ഇതൊക്കെ സുദർശന സൗണ്ട്സിന്റെ സ്വന്തമാ. സുദർശന സൗണ്ട്സ് പറഞ്ഞല്ലോ അച്ചാച്ചന്റെ സ്വന്തം സ്ഥാപനമാണ്. ഇത് നമ്മുടെ പഴയ ത്രാസിന്റെ ഹാങ് ചെയ്യുന്ന സംഭവം. ത്രാസിന്റെ എന്താ തൂക്കി കൊടുക്കാനല്ലേ? തൂക്കി കൊടുക്കാൻ നേരത്ത് ഇതാ ഇതിങ്ങനെ ഇതെടുത്ത് വെക്കും. ഇതങ്ങനെ രണ്ടു വശത്തും ഇതില് തൂക്കിയെടുത്താ അളന്നെടുത്താണ് ഓരോ സാധനം ആടിന്ന്. ഉപ്പ് വരെ ഇതിനകത്ത് തൂക്കിയെടുക്കുമെന്നാ പറഞ്ഞേ. മുളക് പൊടി വരെ കറക്റ്റ് തൂക്കുമെന്നാ ചാച്ചൻ. ഇത് നമുക്ക് കറക്റ്റ് സ്ഥലം കൂടെ പറഞ്ഞു കൊടുക്കാം. ഈ വീഡിയോ വരുമ്പോ എല്ലാരും ചോദിക്കും ഇത് എവിടാണെന്ന് പറഞ്ഞില്ലല്ലോ നിങ്ങളെന്ന് പറയും. എവിടെയാ കറക്റ്റ് സ്ഥലം പറ ചാച്ചാ. ഇത് നൂറിനാട് പടനിലം. 100 പടനിലം. 100 പടനിലം ക്ഷേത്രത്തിന് നേരെ പടിഞ്ഞാറ് ചായക്കട. കേട്ടല്ലോ, എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കേട്ടാൽ മതി. കൃത്യമായിട്ട് ലൊക്കേഷൻ മനസ്സിലാവും. ഇവിടെയാണ് നിങ്ങൾക്ക് വന്നാൽ നിങ്ങളുടെ ആ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചും കണ്ണി കണ്ടും. ആരെങ്കിലും കാണണമെങ്കിൽ എടപ്പോണ വന്ന് സുദർശന സൗണ്ടിന്റെ കടയിൽ പോണെന്ന് പറഞ്ഞാൽ ഇവിടെ കൊണ്ടുപോകും. എന്തെന്നാണ് സുദർശന സൗണ്ട്സ്? സുദർശന സൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ കൊണ്ടുവന്ന് വിടും അല്ലേ? നമ്മുടെയാണോ? അപ്പൊ അവിടെ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റും കേട്ടോ. അപ്പൊ ഇവിടെ വന്നാല് പ്രത്യേകിച്ച് ഈ മഴക്കാലത്തൊക്കെ ഇങ്ങനെ വന്നിട്ട് നമുക്ക് ഈ ഒരു ചായയൊക്കെ കുടിച്ച് പറഞ്ഞോ കഴിക്കാം. 10 രൂപയുടെ ചായ കുടിക്കാം. പിന്നെ ഇതൊക്കെ ഇങ്ങനെ കണ്ട് ഈ ഒരു രസത്തിൽ നമുക്ക് ഓർമ്മകളൊക്കെ നമ്മളുടെ അടുത്തേക്ക് വരും. ഈ പരിസരത്തുള്ളവർക്കൊക്കെ നമുക്കിങ്ങനെ എന്താ പറയുക, ഇതിലേക്ക് പോകുമ്പോൾ അറിയാത്തവർക്ക് വേണമെങ്കിൽ കയറാമല്ലോ. അപ്പോൾ ഇതിവിടെയുള്ളവരൊക്കെ പറയും ഞങ്ങൾക്കൊക്കെ ഇത് അറിയാമെന്ന്. അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ചേക്കായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഗൃഹാതുരത്വം അല്ലെങ്കിൽ നമ്മുടെ കഴിഞ്ഞുപോയ കാലത്തിലേക്ക് ഒരു പോക്കായിരുന്നു ഈ വീഡിയോ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും വീഡിയോ അങ്ങോട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനൊക്കെ മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളുടെ ഓർമ്മകൾ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഓർമ്മയിൽ വരും. അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും. എല്ലാവരും വായിക്കട്ടെ. ടേക്ക് കെയർ. ബൈ.